ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നൊരു ക്യാമറ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് ഓർഡർ ചെയ്തത്, അപ്പോൾ ഇന്നാണ് വന്നത്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. മെറ്റാപ്പോഡ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ബൈക്കിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ആക്ഷൻ ക്യാമറയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കാണിച്ചു. കുറച്ച് ആക്സസറീസും കൂടി ഓർഡർ ചെയ്യേണ്ടത്. മറ്റേ ബൈക്കിന് പോകുമ്പോൾ ഇടാനുള്ള ചെസ്റ്റ് മൗണ്ടാണ് ഉണ്ടാകുന്നത്. ഇതെന്തിൻ്റെ ടെലസിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. പിന്നെ ഒരു എക്സ്ട്രീം പ്രോ SD കാർഡ് പറഞ്ഞ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം കോമ്പോൻ്റെ ഒപ്പം SD കാർഡ് ഉണ്ടാകുന്നില്ല. അങ്ങനെ അപ്പോൾ ഇതും രണ്ടോണം മാറ്റി വെച്ചിട്ട് ഇത് കണ്ട. ഇതാണ് പുതിയ ക്യാമറ കേട്ടോ. Insta360 X5. ഇത് BMW മോട്ടാർഡ് ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇവിടെ ഇതിൻ്റെ വില എന്തോ 47,000 അങ്ങനെ എന്തൊക്കെയാണ്. ഇതിൻ്റെ ഒപ്പം വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ബാറ്ററി, പിന്നെ അത് ഇത് കണ്ട, ഈ ഒരു ഡിവൈസ് കണ്ട. ഇത് നമ്മൾ ഇവിടെ നെക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ക്യാപ്ചർ സ്റ്റാർട്ടാവും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. നാട്ടിലുണ്ടാകാൻ എനിക്ക് അറിയാൻ പാടില്ല. നമുക്കപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഓക്കെ, ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാനിപ്പോൾ ഈ ഇടക്കാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഇതിനു മുമ്പ് ഞാനൊരു ഗോപ്രോയാണ് ഉപയോഗിച്ചോണ്ടെന്ന് വെച്ചാൽ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് കുറച്ച് കംപ്ലൈന്റുകളൊക്കെ പോലെ കിട്ടി. GoPro 10 ആയിരുന്നട്ടാ. കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇല്ലേ ചൂടായിട്ട് എന്തോ എനിക്ക് അത്ര സെറ്റായില്ല. അത് പെട്ടെന്ന് ബാറ്ററി ഇറങ്ങിപ്പോകും. പിന്നെ വോയിസ് ഹൈ സ്പീഡിലാണ് പോകണമെങ്കിൽ വോയിസ് ക്ലിയർ ആവൂല. വോയിസ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോകും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഓർത്തേ ഇനി ഒരു ക്യാമറ വാങ്ങി Insta360 എന്തെങ്കിലും ക്യാമറ വാങ്ങിച്ചാൽ മതി ഓർത്ത്. പിന്നെ മറ്റേ ക്യാമറക്കെല്ലാം ഒരു ബോക്സി ഡിസൈൻ അല്ലേ. അപ്പോൾ ഞാൻ GoProയും ബോക്സി ഡിസൈനല്ലേ. എനിക്ക് ക്യാമറയെ പറ്റി വലിയ കാര്യങ്ങൾ അറിയാമല്ലോ. പക്ഷെ ആ ഒരു സെറ്റപ്പ് Ace Pro ഒക്കെ ഉണ്ടാകുന്നല്ലോ. അതൊന്നും അത് കാരണം ഞാൻ അതൊക്കെ എല്ലാം റൂൾ ഔട്ട് ചെയ്ത് ഇപ്പോഴേ ഇതിലാണ് എത്തിപ്പെട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ കാറില്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം അത്യാവശ്യം കനമുണ്ട് കേട്ടോ. കനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര ഗ്രാമുണ്ടെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും GoProനേക്കാളും കനമുണ്ട്. ഓക്കെ, .360 വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. പിന്നെ ഇതിൽ വലിയ സെൻസർ എന്താണ്, വലിയ പഴയനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും വലിയ സെൻസറാണ്. 8K വീഡിയോസൊക്കെ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണപ്പം ക്യാമറ. ഇതിലിങ്ങനെ പുറകിൽ BMW മോട്ടോറാഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. മോട്ടോറാഡ് അത് തന്നെ, മോട്ടോറാഡ് വയ്ക്കാണ്ട. പിന്നെ ഇതിൻ്റെ ബാറ്ററിക്ക് സാധാരണ മോഡൽ വെച്ച് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ബാറ്ററിക്ക് വ്യത്യാസമുണ്ട്. അതായത് ഇതിൻ്റെ ബാറ്ററി മറ്റേതിൻ്റെയൊക്കെ ബാറ്ററി ഇവിടെ ഒരു ബ്ലൂ കളറായിരിക്കും. അത് നോക്കട്ടെടാ, ഇത് 2800 mAh ആണ്. മറ്റേത് ഇതിലും കുറവായിരിക്കും എന്നാണ് ഞാൻ കേട്ടേക്കണം. SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. ഒറ്റ ബാറ്ററി ഉള്ളൂ ഈ കോമ്പോയിൽ ഒറ്റ ബാറ്ററി ഉള്ളൂ. അതെ, വെറുതെ എങ്ങനെയാ അല്ലല്ല, പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അതിനു മുമ്പ് നമുക്ക് മറ്റേ സ്പെഷ്യൽ ഡിവൈസ് ഉണ്ടല്ലോ BMWൻ്റെ,
ആ സാധനം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഇത് അടുത്ത ബോക്സാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഇരിക്കണമെന്ന്. എല്ലായിടത്തും BMW ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു പൗച്ചുണ്ട് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകുമ്പോഴേക്ക് ഇതിലിട്ട് കൊണ്ടുപോകാമല്ലോ, സ്ക്രാച്ച് ആവില്ല. ഇതൊരു പൗച്ച് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇതിലൊരു C ടൈപ്പ് കേബിൾ ഉണ്ട്. പിന്നെ ഒരു വൈപ്പ് പോലെ എന്തോ കോട്ടൺ ക്ലോത്ത് എന്തോ ആണ്. അതെ, ഇതാണ് ആ ഡിവൈസ്. ആ ഡിവൈസ് ഹാങ് ചെയ്യാൻ വേണ്ടി 2 റബ്ബർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈക്കിലൊക്കെ പോകുമ്പോഴേക്കും ചുമ്മാ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വലിച്ചെടുത്ത് ഇവിടെ ക്ലിപ്പ് ചെയ്താൽ കറക്റ്റായിട്ട് ഇരിക്കുമായിരിക്കും. പിന്നെ ഇതിലൊരു USB കണ്ടോ എവിടെ, ഒരു USB പോർട്ട് ഉണ്ട്. നമുക്കിതെവിടെ വേണമെങ്കിലും ഊരിക്കൊണ്ട് പോവുകയും ചെയ്യാം, ക്ലിപ്പും ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ BMW മോട്ടാറാഡ് എഡിഷനിലുള്ള എക്സ്ട്രാ. പിന്നെ അതിൻ്റെ ഒരു മാനുവലുണ്ട്, യൂസർ മാനുവലുണ്ട്. അത്രേ ഉള്ളൂ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കട്ടെ. ഫസ്റ്റായിട്ട് ഓണാക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും. ഇതിപ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫോണിൽ ഞാൻ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കണക്റ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് ബൈക്ക് റൈഡിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എല്ലാം ഇനി നമ്മൾ ഈ ക്യാമറയിലാണ് ഇനി എടുക്കാൻ വേണ്ടി പോകണം. നല്ലപോലെ വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സംഭവം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ആക്ഷൻ ക്യാമറ ഉപയോഗിച്ചിട്ടില്ല. പറ്റി ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇൻ്റർഫേസൊക്കെ പഠിക്കാനുണ്ട്. ഇതിപ്പോഴും ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇവിടെ കുറേ ഓഡിയോ മൈക്കൊക്കെ ഉണ്ട്. ഇവിടെ 2 മൈക്ക്, രണ്ടാമത്തെ മൈക്ക് കണ്ടിട്ടെ ഇപ്പം. അതേ താഴെ മറ്റേ സ്ക്രൂ ചെയ്തിട്ട് മറ്റേ ഇൻവിസിബിൾ സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ വെക്കാനുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടൊക്കെ കൊള്ളാം. പിന്നെ നമ്മ ഇതിൻ്റെ ഒപ്പം വാങ്ങിച്ച ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടെലസിൻ ബ്രാൻഡിൻ്റെ ചെസ്റ്റ് മൗണ്ടാണ്. ഇത് ബൈക്ക് റൈഡ് ചെയ്യുമ്പോഴേക്കും ഉപകാരം ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് വാങ്ങിച്ച്. നമ്മൾ ഇതുവരെ അറിയാൻ പറ്റില്ല ഇതിൻ്റെ മൗണ്ട് ഇപ്പോൾ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ അതിന് വാങ്ങണമെന്നൊക്കെ എല്ലാം ഇങ്ങനെ നോക്കണം. ഇതിൻ്റെ ഒപ്പം എനിക്കൊരു ഇതിൻ്റെ ഒപ്പം ഒരു മൗണ്ട് ഉണ്ട്. പക്ഷേ നമ്മുടെ മൗണ്ടുമായിട്ട് ഫിക്സ് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മൗണ്ട് സ്ക്രൂ ആണ്, ഇത് ക്ലിപ്പാണ്. ഇത് മറ്റേ സ്ക്രൂ ചെയ്യണതാണ്. മനസ്സിലായോ? വേറെ ഒരു തരമാണ്. നമുക്കത് ഒരെണ്ണം ഓർഡർ ചെയ്യണം. എനിക്കൊരു മൈക്കും കൂടി വാങ്ങണം. ഞാൻ അന്ന് ഉപയോഗിച്ച മൈക്ക് ബോയയുടെ ഒരു മൈക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ GoPro ഉപയോഗിച്ചപ്പോഴേക്കും. പക്ഷെ അതും എനിക്ക് അങ്ങനെ വർക്കായില്ലേ. എനിക്കൊരു മറ്റേ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വയർ കുത്തി ബാക്കിലേക്ക് കണക്ട് ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഇനി ഞാനൊരു മൈക്ക് വാങ്ങി, അത് വയർലെസ് വാങ്ങാൻ ഓർത്തിരിക്കണത്. ഒരു വയർലെസ് മൈക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ബെറ്റർ ആയിട്ട് ആരെങ്കിലും യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോട്ടെ, എനിക്ക് ഒരെണ്ണം വാങ്ങാൻ വേണ്ടി. ഞാൻ കേട്ട് ഇതേപോലെ മൈക്ക് എയറും DJയുടെയും Insta360 മൈക്ക് ഉണ്ട് വയർലെസ്. പക്ഷെ അത് ഉപയോഗിച്ച ആൾക്കാരെയൊന്നും എനിക്ക് അറിയാമല്ലോ. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് സജഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ടെലസിൻ്റെ ഒരു ചെസ്റ്റ് മൗണ്ട് ഉണ്ട്, അതിൻ്റെ ഒപ്പം ഒരു സ്ക്രൂ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി വരുന്ന വീഡിയോസൊക്കെ എല്ലാം ഇതിലായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് Insta360 വെച്ചിട്ട് നമുക്കൊരു 360 വീഡിയോസും പിന്നെ മോട്ടോ വ്ളോഗിങ് വീഡിയോസൊക്കെ നമുക്കപ്പോൾ ഹൈ ക്വാളിറ്റിയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.